നമസ്കാരം. ഇവിടെ കാണേ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ കടമ്പനാട് നിവാസികൾക്ക് വളരെ മനോഹരമായ തുലാവർഷം വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ട്രയൽ റൺ ചെയ്യാൻ വേണ്ടിയാണിത് ഇപ്പോഴത്തെ മഴ. കാരണം കടമ്പനാട് ജംഗ്ഷനിൽ നിന്നും ഒറ്റത്തെങ്ങ് വഴി യാത്ര ചെയ്യുന്നവർ ദയവായി ബോട്ടുകൾ കൂടി വാങ്ങിക്കുക. നിങ്ങളുടെ വാഹനങ്ങൾ ഇനി മുതൽ പോകുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന് സമീപമുള്ള അമ്പലക്കുളത്തിന് സമീപത്തൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ട് വാങ്ങിച്ച് അതിൻ്റെ ലൈസൻസ് എടുത്തിട്ട് മാത്രമേ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പും സർക്കാരും പിന്നെ ജലഗതാഗത വകുപ്പും കൂടെ ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ റോഡിൽ കൂടെയുള്ള നിങ്ങളുടെ യാത്ര വെള്ളപ്പൊക്ക സമയത്ത് എങ്ങനെ നമുക്ക് കരകയറാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധം കൂടിയാണ്. നമ്മുടെ കുളത്തിന് സമീപത്തുള്ള വീടുകളിലൊക്കെ വളരെ മനോഹരമായിട്ട് വെള്ളം കയറി. കഴിഞ്ഞ ദിവസം നേരത്തെയും കയറി. അവിടെ കടയുണ്ടായിരുന്ന കടയ്ക്കകത്തൊക്കെ പണ്ട് വെള്ളം കയറി കട അവിടെ നിർത്തേണ്ടി വന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയതാണിത് കേട്ടോ. റോഡിൽ കൂടെ ഒഴുകി പോകുന്ന കണ്ടോ ആൾക്കാർ. താറാവ് കുഞ്ഞുങ്ങൾ പോകുന്നതിൻ്റെ വിട്ട് കണ്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നിങ്ങൾക്കും ഇനി ഇതുപോലെ നല്ല ഇത് വേണമെങ്കിൽ അവിടെ വളരെ മനോഹരമായ എൻജിനീയറിങ് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് വാഴപ്പിണ്ടിയൊക്കെ വെച്ച് വാട്ടർ ലെവലൊക്കെ എടുത്ത ഒരു വീഡിയോ പണ്ട് നമ്മൾ എടുത്തിട്ടിരുന്നു. നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് MLA ഫണ്ടെന്ന് പറയാം. നമ്മുടെ സാറ് കൊടുത്ത ഫണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വെളുത്ത കാറും കൊണ്ടൊന്നും വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും അത് പിന്നെ വെളുക്കത്തില്ല. കാരണം അതിനേക്കാൾ വളരെ മനോഹരമായി നമുക്ക് വരുന്നതുണ്ടല്ലോ. ചുവപ്പും വെളുപ്പും ഓറഞ്ചും പല പല നിറത്തിലും വർണ്ണങ്ങളിലും പല പല രൂപങ്ങളിലും നമ്മുടെ മുമ്പിലേക്ക് ഉടനെ വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ നവംബറിൽ. അത് കഴിയുമ്പം മെയ് മാസത്തിന് മുമ്പ് അടുത്ത MLA ഇലക്ഷനും വരും. അപ്പം എന്ത് ഇലക്ഷൻ വന്നാലും നമ്മൾ നമ്മുടെ സമയം ചിലവാക്കി നമ്മൾ ശമ്പളവും ഒന്നും ഇല്ലാതെ പോയി കുത്തുമ്പോൾ കുത്ത് തിരിച്ച് കിട്ടാതിരിക്കാൻ കൂടി നമുക്കിട്ട നെഞ്ചത്തുള്ള കുത്ത് കിട്ടാതിരിക്കാൻ നിങ്ങൾ കരുതി വോട്ട് ചെയ്യുക.